മതി, വലിയ അഭിനയൊന്നും എടുക്കണ്ട. ഇവിടെ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആ വൃത്തികെട്ടവളെ കേസിൽ നിന്നും ഒഴിവാക്കിയത് അർജുൻ സാറിന്റെ അച്ഛന്റെ ദയയാ. വിഷമുള്ള പാമ്പുകളോട് പോലും സഹതാപം കാണിക്കുന്ന ആളാണല്ലോ സാറിന്റെ അച്ഛൻ. അതുകൊണ്ടാ നിങ്ങളുടെ മകള് രക്ഷപ്പെട്ടത്. അതെ, ഈ മുതലക്കണ്ണീര് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന വിഷപ്പാമ്പിന്റെ സ്വഭാവമാ നിങ്ങളീ കാണിച്ചത്. സീതേ, എണീക്ക്. എണീക്കാൻ. നിന്റെ മകള് തെറ്റുകാരിയല്ല എന്ന് എനിക്കറിയാം. ഇപ്പോ സീതയ്ക്ക് സമാധാനമായില്ലേ? രമാദേവിക്ക് നിങ്ങളോട് ഒരു തെറ്റിദ്ധാരണയില്ല. രമേ, വാ. ഞാനല്ല മാഡം. മാഡത്തിന് വിഷം കലർത്തി തന്നത് ഞാനല്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. എന്റെ ഗുരുവായൂരപ്പനാണ് ഞാൻ കൊണ്ടുവന്ന ജ്യൂസില് എങ്ങനെ വിഷം കലർന്നെന്ന് എനിക്കറിയില്ല. ചിന്നു പറയുന്നത് സത്യമാണ്. ചിന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ സംശയിക്കരുത്. എനിക്കറിയാം ഇത് ചെയ്തത് ഇവളല്ല എന്ന്. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഞാൻ ഒറ്റയ്ക്കും അവിടെ നിന്ന് ഇരിക്കട്ടെ. ചിന്നു, എണീക്ക്. നമുക്ക് റൂമിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇരിക്കട്ടെ. ചിന്നു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കൊള്ളാം കുഞ്ഞോളെ. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും നിനക്കെന്തോ മാരകമായ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലേ നിന്നെ കൊല്ലാൻ നോക്കിയവളെ തന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തുവോ? നിനക്ക് ഭ്രാന്താണോ കുഞ്ഞോളെ? നിന്നെ കൊല്ലാനേ വിഷം നൽകിയവളാ അവള്. ആ സത്യം നിനക്കും എനിക്കും മാത്രമല്ല, ഈ രമാനിലയത്തിലെ അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നീ ഇവിടെ എങ്ങനെ കൂടെ നിർത്തിക്കുകയാണോ? എനിക്കറിയാവുന്ന കുഞ്ഞോട് വലിയ വണ്ടിയൊന്നുമല്ല. ഉറപ്പായിട്ടും നിനക്കൊന്നും പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ആരെയോ എന്തിനെയോ പേടിക്കുന്നു. ഭദ്രേട്ടൻ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരെയും പേടിക്കുന്നുമില്ല. പിന്നെ ഒരു കാര്യമില്ലാതെ ഞാൻ ആരോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറുമില്ല.
യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലാത്ത കുഞ്ഞോടെന്തിനാ ഇവരുടെ കാര്യത്തിൽ ഇത്രയും വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നതാ എനിക്ക് മനസ്സിലാവാത്തെ. നിന്നെ കൊല്ലാൻ നോക്കിയ ഇവിടെ എന്തിനാ ഇനിയും ഈ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നേ? പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും എന്തിനാ ഇവളെ ഇറക്കിയേ? ആർക്കോ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് അബദ്ധമാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ആവാം. അതിന്റെ പേരിൽ ഈ കുട്ടിയുടെ ഭാവി തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. പഠിക്കുന്ന കുട്ടിയല്ലേ, പഠിക്കട്ടെ. ആളെ കൊല്ല നടക്കുന്ന ഇവിടെ നീ നിയമം പഠിപ്പിക്കുകയാണോ? കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് കഴിയില്ല. എന്നെ വിശ്വസിക്ക്. വിശ്വസിക്കാനോ? നിന്നെയോ? എന്റെ കുഞ്ഞോക്ക് ഏറ്റവും അവസാനം ജ്യൂസ് കൊടുത്തത് നീയാ.